ഹല്ലേലൂയ. സന്തോഷമുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ അനുഗ്രഹീതമായ ആരാധനയിൽ ബിഷപ്പ് പെന്തക്കോസ്റ്റൽ ദൈവസഭയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഒന്നിച്ച ദൈവസന്നിധിയിൽ ഒരാഴ്ചയ്ക്ക് ശേഷം ദൈവ സാന്നിധ്യത്തിൽ ഒന്നിച്ചായിരിക്കാൻ കർത്താവ് കൃപ നൽകിയത് ഓർത്ത് ഞാൻ നിങ്ങളോടൊപ്പം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയുടെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, ഈ ഫേസ്ബുക്ക് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയിൽ ചെയ്യുന്ന പ്രിയ ഐസക്ക്, കർത്താവിൻ്റെ ദാസന്മാര് ജെയിംസ്, കർത്താവിൻ്റെ ദാസി, ദൈവമക്കൾ വിവിധ ഇടങ്ങളിൽ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയ മുഖാന്തരവും ദൈവവചനം വിവിധ ടൈപ്പ് സോണുകളിൽ ഇരുന്ന് ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ അനുഗ്രഹീതമായ സമയം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. നിങ്ങളെ എല്ലാവരെയും സർവീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. കാല സമ്പൂർണതയിലേക്ക്, അതിൻ്റെ വ്യവസ്ഥയിലേക്ക് വളരെ വേഗത്തിൽ കാലം ഓടിയെത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ലോകരാജ്യങ്ങൾ നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഇരു കക്ഷികളും ഇരു ശക്തികളും ഒരുപോലെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ആമേൻ എതിർ ക്രിസ്തുവിൻ്റെ ആമേൻ വേഗത്തിലുള്ള വെളിപ്പാട് വേഗം സംഭവിക്കാൻ പോകുന്നത് കാലഘട്ടം തിരിച്ചറിയേണ്ട ഈ സമയത്തോട് അടുത്തിരിക്കുമ്പോൾ കുഞ്ഞുങ്ങള് ഇത് നാഴികയാകുന്നു. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. വേഗം നിത്യതയുടെ ആ തുറമുഖത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് രാവിലെ വചനം ശ്രദ്ധിക്കുന്ന ഭക്തന്മാർ, ശ്രേഷ്ഠന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ഓൺലൈൻ മിനിസ്ട്രികൾക്കായി, എല്ലാ ഫേസ്ബുക്കിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന, ഈ ദിവസങ്ങളിൽ ശുശ്രൂഷകൾ ചെയ്യുന്നവർക്കായി കർത്താവിന് സ്തോത്രം. ഈ സഭയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഭൂമിയിലെ വിശുദ്ധന്മാരെ ഓർത്ത് നമുക്ക് അല്പസമയം സ്തോത്രം ചെയ്യാം. എല്ലാ രാജ്യങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നാം പ്രാർത്ഥിക്കുന്ന ഇന്ത്യയെ ഓർത്ത്, നമ്മുടെ കേരളക്കരയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ അമേരിക്കയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യൂറോപ്പ് രാജ്യങ്ങളെ, എല്ലാ രാജ്യങ്ങളെയും ഓർത്ത് ലോകത്തിന്റെ 5 വൻകരകളിലുള്ള ദൈവ സാന്നിധ്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒരു കർത്താവ് ജീവിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവ് ഉള്ളത് കൊണ്ട് ഇന്ന് രാവിലെ സങ്കീർത്തനത്തിൽ നാം കേട്ടതുപോലെ ഈ ദൈവം എന്നും എന്നേക്കും എൻ്റെ ദൈവമാണ്, ജീവപര്യന്തം വഴി നടത്തുവാൻ ശക്തൻ. മുഖവരകൾ പറഞ്ഞ് സ്വയം ദീർഘിപ്പിക്കാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് നാം കൂടുതൽ എടുത്തത്. വെള്ളക്കുതിര വരെയുള്ള ഭാഗം എടുത്തു. ബാക്കി ഭാഗങ്ങൾ എടുക്കുവാനുള്ള സാവകാശങ്ങൾ ലഭിച്ചില്ല. എങ്കിലും തുടർന്നുള്ള നാളുകളിൽ ദൈവം അനുവദിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നത് പോലെ പ്രിയരെ നിങ്ങളോടുകൂടെ ആയിരിക്കുവാനും സഭയിലും ആമേൻ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാകാൻ വേണ്ടി ഞാൻ വളരെ ബന്ധപ്പെടുന്നു. പ്രാർത്ഥനാ മുറികളിൽ ദൈവസാന്നിധ്യം ലഭിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും ഭക്തന്മാരും പ്രാർത്ഥിക്കണമേ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ശരീരബലത്തിനായി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ സഭയും ദൈവമക്കളെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. നമ്മുടെ അല്പസമയത്തെ വചനധ്യാനത്തിനായിട്ട് വളരെ പരിചിതമായ വേദഭാഗമാണ് ഇന്ന് പകൽക്കാലം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2 വേദഭാഗങ്ങൾ വായിക്കുകയും വളരെ ചുരുക്കമായി ലളിതമായി ഈ ആശയങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിരത്തി വെക്കുവാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. അതിനാധാരമായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, 14-ാം അധ്യായത്തിന്റെ അതിന്റെ 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 2-3 ചാപ്റ്റർ, ജോൺ ഗോസ്പൽ ചാപ്റ്റർ 14 വേഴ്സ് 2 and 3. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്കായി ഇതിനോട് ചേർന്ന് വായിക്കും. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നുവെന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും
ഞെട്ടിപ്പോകുകയും അരുത്. വായിച്ച ഇരു വേദഭാഗങ്ങളും നമുക്ക് വളരെ സുപരിചിതമാണ്, പ്രത്യേകിച്ച് എല്ലാവർക്കും തന്നെ. എന്നാൽ ഇന്ന് പകൽക്കാലം ആ ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ, ദൈവ കൃപയുടെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്ന ദൈവിക പ്രത്യക്ഷതകളെ ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്ന ദൈവമക്കൾ അതാത് സ്ഥാനങ്ങളിൽ ഹല്ലേലൂയ വാക്യം വായിച്ചപ്പോൾ തന്നെ അതിനകത്ത് പൊരുളുകൾ വെളിപ്പെട്ടവർ അതാത് സ്ഥാനങ്ങളിൽ സ്വാമി സ്തോത്ര കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ട് ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് നിങ്ങൾ ഇരിക്കുന്നിടങ്ങളിൽ മുഴങ്ങട്ടത്. ഒരു കോവിഡിന് ഇരിക്കാൻ കഴിയാത്ത ദൈവശക്തിയോട് ഒരു ഹല്ലേലൂയ. അത് പെന്തക്കോസ്തുകാരുടെ ഭാഷയല്ല, അത് സ്വർഗീയ ഭാഷയാണെങ്കിൽ ഞങ്ങൾ അത് പ്രസ്താവിക്കുമെന്ന് പറ. ഇവിടെ കർത്താവ് രാജ്യത്ത് വിട്ടിരിക്കുക, തന്റെ പ്രവൃത്തി വേഗം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. പുത്രനെ തന്ന് സ്നേഹിച്ച സ്നേഹം ഇപ്പോൾ തിരുമേശയിൽ നാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. ഈ രണ്ട് വചനഭാഗങ്ങളും വളരെ ലളിതമായി നമുക്ക് മനസ്സിലാകേണ്ടതിന് ശുശ്രൂഷിക്കേണ്ട എളിയവനും ശുശ്രൂഷ അനുഭവിക്കുന്ന നിങ്ങൾക്കും ഒരുപോലെ അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ഒരുപാട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണാവാരിധിയായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആരാധന ദിവസം കൂടെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് തന്നതോർത്ത് നന്ദിയോട് സ്തോത്രം. ഭൂമിയിലെ വിശുദ്ധന്മാർ പല സമയങ്ങളിലായി പല സ്ഥലങ്ങളിലായി ആരാധിച്ചു കഴിഞ്ഞു വരുന്ന പകലിലുണ്ട്. എന്നാൽ ഈ രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് രാജ്യത്ത് കർത്താവിനെ ആരാധിക്കുവാൻ ഒരു സമയം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ആയുസ് വർദ്ധിപ്പിച്ചല്ലോ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും കർത്താവിന്റെ ദാസിമാര്, കർത്താവിന്റെ ദാസന്മാര്, ദൈവജനമായ ഒരു വലിയ കൂട്ടം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വേഗം അതിഥ്യതയോടടുക്കും. ഞങ്ങളുടെ കഷ്ടത മാറും, ഞങ്ങളുടെ പട്ടിണി മാറും, ഞങ്ങളുടെ ഭാരം മാറും, ഞങ്ങളുടെ പ്രയാസം മാറും. ഈ നിമിഷം വഴിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും കുടുംബങ്ങൾ, ഏതെങ്കിലും ദൈവദാസന്മാർ, ഏതെങ്കിലും ദൈവമക്കൾ ഇന്ന് രാവിലെ ഭാരപ്പെടുന്നെങ്കിൽ ഈ നിമിഷം ഏത് നിമിഷമാണോ ഈ വചനം അവർ ശ്രമിക്കുന്നത്, ആ നിമിഷം സർവേശ്വരന്റെ കരം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒന്നിച്ച് നിന്റെ വചനം ചിന്തിക്കട്ടെ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. വായിച്ച വേദഭാഗങ്ങൾ വളരെ പ്രസക്തമായതും ആധികാരികമായി സംസാരിക്കേണ്ട തിരുവചനങ്ങളാണ്. പലതവണ ഈ വചനഭാഗങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് രാവിലെ രണ്ടാമത് വായിച്ച വേദഭാഗം എൻ്റെ ഹൃദയത്തിലേക്ക് ഓടിയെത്തി. ഇപ്പൊ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ജീവിതങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുവാൻ നീ ഈ വചനഭാഗം എടുക്കാൻ പറഞ്ഞു. ഞാൻ വേറൊരു വേദഭാഗമാണ് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നത്. എന്നാൽ ഇന്ന് നമുക്കറിയാം, നമ്മളുടെ ചില പ്രിയപ്പെട്ടവർ തന്നെ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മാറ്റപ്പെട്ടവരുണ്ട്. ദൈവവേല ചെയ്യാഞ്ഞിട്ടല്ല, അതോടൊപ്പം തന്നെ അനേക പ്രിയപ്പെട്ടവർ നമ്മൾ അറിഞ്ഞും അറിയാതെയും ദൈവമക്കളുടെ ഇടയിൽ നിന്നൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ആർക്കും ഒരെത്തും പിടിയുമില്ലാത്തതുപോലെ ഉന്നതാധികാരികൾ, ഭരണതന്ത്രജ്ഞന്മാർ, ജില്ലാ ഭരണകൂടങ്ങളൊക്കെ ഇന്ത്യയിൽ വളരെ വളരെ രാജ്യങ്ങളും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയാണ്. എന്നാൽ ഈ കാലഘട്ടം ആരുടെയും ചിന്തയ്ക്ക്
വഴുതിപ്പോകുന്നില്ല. ആമെ പിടിച്ചു നിർത്തുവാൻ കഴിയാതെ വഴങ്ങാതെ സ്തോത്രം കാലഘട്ടം ഓടിപ്പോകുകയാണ്. കാന്തൻ വരാറായി, നാമം പോകാറായി. ഇത് രാവിലെ ദുഃഖത്തിലിരിക്കുന്ന കുടുംബങ്ങളെ, സമാധാനമില്ലാത്ത കുടുംബങ്ങളെ, കലങ്ങി പറയുന്ന ജീവിതങ്ങളെ, എന്നെയും നിങ്ങളെയും ഏറ്റവും കൂടുതൽ പ്രത്യാശയിലേക്ക് നയിക്കുന്ന ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയുടെ പേരാണ് ജീവനുള്ള പ്രത്യാശ, ലിവിംഗ് ഹോപ്പ്. ലിവിംഗ് ഹോപ്പ് പ്രാപിച്ച രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അതാത് സ്ഥാനങ്ങളിൽ ഈ വചന ശുശ്രൂഷയിൽ ആരാധനയിൽ അവരുടെ ശബ്ദം മുഴങ്ങട്ടെ. We have a great and living hope. Hallelujah. ഈ ലോക മനുഷ്യർ, ഈ ദേശത്തുള്ളവർ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ പലർക്കും കഴിയാതിരിക്കുമ്പോൾ കുഞ്ഞെ നിനക്ക് ഒരു ജീവനുള്ള പ്രത്യാശ സ്വർഗം നൽകിയത് കൊണ്ടാണല്ലോ ഇറങ്ങി പിരിച്ചവന്റെ കൂടെ ഇന്നും ഈ കോവിഡ് കാലത്ത്, ഇന്നും ഈ സാമ്പത്തിക പകർച്ചയിലും, ഇന്നും ജോലിയില്ലെങ്കിലും, ഇന്നും വഴിയില്ലെങ്കിലും ഒരു പ്രത്യാശയുണ്ട്. പത്രോസ്ലീഹായാണ് വിളിച്ചു പറഞ്ഞത് ഒരു ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ചിന്തിച്ചു, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലെ വിശുദ്ധന്മാർക്ക് ഈ ലേഖനം, ആ ലേഖനം ചെയ്യുമ്പോൾ, ഓർപ്പിക്കുമ്പോൾ തെസ്സലോനിക്ക സഭയോട് പറയുന്ന തെസ്സലോനിക്ക 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇതിനകത്തിന് വിശദീകരിക്കത്തില്ല, ഓർപ്പിച്ചു പറയട്ടെ. ഇനി സഹോദരന്മാരെ, അതിനു മുമ്പ് 12-ാം വാക്യം വായിക്കാം. 1:12. നമ്മുടെ ദൈവം നിങ്ങളെ തന്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സൽഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിന്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണമെന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ പ്രാർത്ഥനയാണ് ദൈവത്തിന്റെ ദാസന്റെ പ്രാർത്ഥന. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ആ പ്രാർത്ഥനയിൽ പറയുന്നത് തന്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സൽഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിന്റെ പ്രവൃത്തിയും, വിശ്വാസത്തിന്റെ പ്രവൃത്തി ദൈവസഭകളിൽ വെളിപ്പെടേണ്ട കാലഘട്ടം. ഒരാമേൻ എന്നോട് ചേർന്ന് പറയാ, വിശ്വാസമുണ്ടെന്ന് പറയുകയല്ല, വിശ്വാസത്തിന്റെ പ്രവൃത്തി. എന്നെ കേൾക്കുന്ന ചെറിയവരും വലിയവരുമായുള്ളവരെ, നിങ്ങൾക്ക് കർത്താവ് തന്ന വിശ്വാസം, അത് രോഗശാന്തിയിലാകട്ടെ, അത് ഏത് സൗഖ്യമാകട്ടെ, ഒരു വാക്കുകൊണ്ടാകട്ടെ, ഒരു വചനം കൊണ്ടാകട്ടെ, അത് പ്രസിദ്ധപ്പെടുത്താൻ ദൈവദാസിയെ, ദൈവദാസനെ, സഹോദരന്മാരെ, അങ്ങനെ അവന്റെ വിളിയുടെ പ്രസിദ്ധി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ നൂറ്റാണ്ടിൽ നമുക്ക് വിളിച്ചു പറയാ, ആമേൻ, ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുമ്പോൾ തെസ്സലോനിക്ക ലേഖനം വിളിച്ചു പറയുന്ന ഒരു ശബ്ദമുണ്ട്, ഇനി സഹോദരന്മാരെ. എനിക്കിവിടെ നിന്ന് തുള്ളാൻ തുടങ്ങുന്നു. കർത്താവിന്റെ മക്കൾ എന്നെ ഈ ഫേസ്ബുക്കിലൂടെ പരിഹസിക്കും. അതുകൊണ്ട് ഇനി സഹോദരന്മാരെ, ഇനി I beseech the brethren who are listening the word. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ ജനമേ, ഇനി ഞാൻ എന്താ പറയേണ്ടത്? അപ്പോസ്തലൻ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ കടമെടുക്കുക. ഇനി എന്തുവാ പറയേണ്ടത്? കാറ്റ് വന്നില്ലയോ, കോള് വന്നില്ലയോ, ഭൂകമ്പം വന്നില്ലയോ, ക്ഷാമം വന്നില്ലയോ, ഇത് അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നില്ലയോ, സഭകൾ ചിന്തിരിക്കുന്നില്ലയോ, പ്രശ്നങ്ങൾ വന്നില്ലയോ, ആലയങ്ങൾ അടച്ചുപൂട്ടിയില്ലയോ, പ്രതീക്ഷിക്കാത്ത ഭക്തന്മാർ കുറഞ്ഞു പോകുകയല്ലയോ? ഇനി സഹോദരന്മാരെ, ഒറ്റ കാര്യമേ സംഭവിക്കാനുള്ളൂ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ, വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മടങ്ങി വരവ്. ആ മടങ്ങി വരവിനെ ഒരുങ്ങുന്നവർക്കായി, ലോക രാജ്യങ്ങളിലുള്ള വിശുദ്ധന്മാർക്കായി ഇന്ന് രാവിലെ
നമ്മൾ പറയും ഞാനാ ഏറ്റവും വലിയ വിശുദ്ധൻ. ഞാൻ അങ്ങനെ ഉണ്ടൊക്കെ ചിന്തിക്കുമായിരുന്നു. ഞാനാ ഏറ്റവും വലിയ വിശുദ്ധൻ, ഞാൻ മാത്രമേ പോകത്തുള്ളൂ. ഈ പോകാൻ ഒരുങ്ങിയിരിക്കുന്ന പലരും പോകത്തില്ല കേട്ടോ. ക്ഷമിക്കണേ എന്ന് വിളക്ക് തെളിയിച്ച് വചനമൊന്നും വിശദീകരിക്കുന്നില്ല. എനിക്ക് ഇവിടെ നിന്ന് ഇച്ചിരി കാര്യങ്ങൾ പറയാനുണ്ട്, ജനത്തോട് പറയാനുണ്ട്, ദേശത്തോട് പറയാനുണ്ട്. വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ, അര കെട്ടിയിരിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. നാഥൻ വരാറായി, നിന്നെ ചേർക്കാൻ സമയമായി. ഇനി കാലഘട്ടം കളയല്ല കേട്ടോ. പ്രാർത്ഥനയുടെ സമയമാകട്ടെ, സുബോധത്തിന്റെ കാലഘട്ടമാകട്ടെ, ഉപവാസത്തിന്റെ കാലഘട്ടമാകട്ടെ. തമ്മിലടിക്കാനുള്ള കാലഘട്ടമല്ല, തമ്മിലടിക്കാനുള്ള കാലഘട്ടമല്ല. ക്ഷമയോദിച്ചോണ്ടാ ഞാൻ പറയുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ, അന്യോന്യം സ്നേഹിക്കാൻ, അന്യോന്യം സ്നേഹിക്കാൻ ഒരു മനസ്സ് നമുക്കുണ്ടാകുന്നെങ്കിൽ ഈ വചനം കേൾക്കുന്നവർ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചിലർ മാനസാന്തരപ്പെട്ടേ മതിയാകൂ. ഇല്ലെങ്കിൽ സഭകൾക്കകത്ത് ഞാൻ അടയാളം വെളിപ്പെടുത്തോ. ഞാൻ ചിലരെ മാറ്റും, ചിലരെ ഞാൻ നീക്കം ചെയ്യും സ്ഥാനത്ത് നിന്ന്. ഇന്ന് രാവിലെ എനിക്കൊരു നല്ല വിശ്വാസം വേണം. എൻ്റെ ഈ ആരാധന എൻ്റെ കർത്താവ് വന്നാൽ, എൻ്റെ പ്രിയൻ വന്നാൽ, പ്രിയനോടുകൂടെ ഞാനായിരിക്കും. പാട്ടുകാരൻ പാടി, പ്രിയൻ വരും നാളിനി അധികമല്ല, സിയോൻപുരം ഇനി ഒട്ടും അധികമല്ല. ഇനി സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തി, നിങ്ങളുടെ വിളിയുടെ യോഗ്യത, നിങ്ങളുടെ സൽപ്രവൃത്തികൾ പൂർണ്ണമായി വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മളുടെ സമാഗമനവും. രണ്ട് പദം. ഒന്ന്, കർത്താവ് അനുവദിക്കുന്നെങ്കിൽ പിന്നീടുള്ള ലൈവിൽ ഞാനത് വിശദീകരിക്കണമെന്ന് എൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. കർത്താവിന് സ്തോത്രം. ഇവിടെ പറയുന്നത് ഇനി സഹോദരന്മാരെ എന്ന് പറഞ്ഞിട്ട് പറയുക, കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. രണ്ട്, അവന്റെ അടുക്കലുള്ള നമ്മളുടെ സമാഗമനം. 40 നാളോളം ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരെ ഉറപ്പിച്ചിട്ട് ശേഷം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങൾക്ക് ലഭിക്കുകയില്ല, പോയാൽ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാര്യസ്ഥനെ അയച്ചു തരും. ആ വാഗ്ദത്ത നിവർത്തി നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വിട്ടുപോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ആ വാഗ്ദത്തത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു സ്വർഗത്തിലേക്ക് പോയി ആ വചനത്തിൻ്റെ നിവൃത്തി കണ്ടെത്തിനായി അവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവവും കൂടെ നമുക്ക് വേണ്ടി എന്നേക്കും കൂടെയിരിക്കുന്നു. ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ അവരുടെ കൂടെ എന്നുമുള്ള പരിശുദ്ധാത്മാവ് തൻ്റെ വിശുദ്ധ സഭയുമായി ബർലഹോയിലേക്ക്, മധ്യാകാശത്തിലേക്ക് വേഗം തൻ്റെ വിശുദ്ധ സഭയെ കൊണ്ടുപോകും. സൃഷ്ടി ഈറ്റുതോടിരിക്കുകയാണ്. ഹായതോടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അത്യന്തം അനവധി തേജസ്സിന്റെ നിത്യഖരം വെളിപ്പെട്ടു വരികയാണ്. ഓ സ്തോത്രം പറഞ്ഞാട്ട്, ദൈവത്തെ സ്തുതിച്ചാട്ട്. ഓ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം, പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച 50-ാം ദിവസം ആരംഭിച്ച ദൈവസഭയെ കൊണ്ട്, തന്റെ വിശുദ്ധ കന്യകയെ കൊണ്ട്, വിശുദ്ധ മണവാട്ടിയെ കൊണ്ട് ഇതാ വേഗത്തിൽ ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം. ആമേൻ. തന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് ആമേൻ വേഗത്തിൽ നാം നമ്മുടെ ചെവിയിൽ കേൾക്കാറായി ലോക സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുമ്പോൾ, യുവാവേ, മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഒരഞ്ചാം രാജ്യത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ സുഹൃത്തേ? ഇതുവരെയോ ഈ യേശുവിനെ സ്വീകരിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ, ഈ
താഴ്ചയുടെ കാലഘട്ടങ്ങളിൽ ഇതേ യേശു യേശുവിനെ സ്വീകരിച്ചോട് സ്നേഹിത. ഇതാ അവസര, ഇതാ രക്ഷാ ദിവസം, ഇതാ സുപ്രസാദകാലം, ഇത് രക്ഷയുടെ ദിവസമാണ്. വേദപെട്ടകത്തിന്റെ വാതിൽ ഇതാ അടയ്ക്കാൻ പോകുകയാണ്. പെട്ടകത്തിന്റെ വാതിൽ അടച്ചു കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോട് പറയാം, അങ്ങോട്ട് പ്രവേശനമില്ല. രാജ്യത്തിന്റെ സുവിശേഷം ദൂതന്മാരെ കൊണ്ടുള്ള പ്രവർത്തികളൊക്കെ തുടങ്ങും. കൃപയുടെ വാതിൽ അടയുന്നതിന് മുമ്പ് ഇതാ അവന്റെ സമാഗമനം അടുത്തിരിക്കുന്നു. ആകയാൽ ആരെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും ടൈമിൽ ഈ വചനം രാത്രിയിലോ പകലിലോ സ്തോത്രം ഹല്ലേലൂയ കിടക്കയിലിരുന്നോ വീടിന്റെ വിശ്രമ സമയങ്ങളിലിരുന്ന് ആരാധനാലയത്തിലിരുന്ന് കേൾക്കുമ്പോൾ ഇനിയെങ്കിലും ഈ ദൈവത്തെ കണ്ടുമുട്ടപ്പി ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ സ്നേഹത്തോട് ഒരു സഹോദരൻ എന്ന രീതിയിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഇനി നമ്മളുടെ കർത്താവിന്റെ അടുക്കലുള്ള സമാഗമനമാണ്. ആരും ഞെട്ടിപ്പോകരുത്. കാലഘട്ടങ്ങൾ വിളിച്ചറിയിക്കുന്ന സംഭവങ്ങൾ ഇനിയും വെളിപ്പെട്ടു വരുമെന്ന് പരിശുദ്ധാത്മാവി ദൂതിലൂടെ പ്രവചിക്കുന്നു. ഞെട്ടിപ്പോകുന്ന സംഭവങ്ങൾ വരും, എന്നാൽ ആരും ഞെട്ടിപ്പോകരുത്. അവന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ഇത് വിളിച്ചറിയിക്കുകയാണ്. നിങ്ങൾക്കായി ഒരു ഭവനം ഞാൻ ചമച്ചിരിക്കുന്നു, ചമച്ചുകൊണ്ടിരിക്കുന്നു. വേഗത്തിൽ നിങ്ങൾ എന്റെ അടുക്കൽ വരും. ഇവിടെ ഞെട്ടിപ്പോകരുത്. അടുത്ത് 14 സുവിശേഷത്തിൽ എടുത്ത വാക്ക് കലങ്ങിപ്പോകരുത്. കലങ്ങിപ്പോകുന്ന അനവധി രോഗങ്ങൾ, അനവധി ജനിതക മാറ്റങ്ങൾ ഇനിയും സംഭവിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നുകൊണ്ടോ ഡെൽറ്റ കൊണ്ടോ തീരാത്ത ജനിതക മാറ്റങ്ങൾ ഇനിയും വെളിപ്പെടും. ഓരോ ലൈവിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം കാലസംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവിൽ ഒരു ശബ്ദം പറയാ, കലങ്ങുന്ന ഹൃദയങ്ങളെ, കലങ്ങുന്ന ഹൃദയങ്ങളെ, നിനക്ക് വേണ്ടി കലങ്ങുന്ന ഒരുവൻ ഇന്ന് രാവിലെ നിന്റെ ചിന്താകുലങ്ങളെ അവന്റെ മേലിട്ടുകൊള്ളുക. ചിലരൊക്കെ കരയുന്നു, ചിലരൊക്കെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. ആ മടങ്ങി വരവിന്റെ ആസന്ന ഭാവിയോർത്ത് പുഞ്ചിരുതുകൊണ്ട് ശിഷ്യന്മാരെ നിങ്ങൾ കലങ്ങിപ്പോകരുത്. Do not be troubled. ഇനി വേഗം സംഭവിക്കാൻ പോകുന്നു അതുല്യമായതും മാറ്റമില്ലാത്തതും നിസ്തുല്യമായത് വാഴ്ത്തപ്പെട്ട മശിഹായുടെ മടങ്ങി വരവാണ്. അതിൽ നമുക്ക് സന്തോഷമുണ്ട്. പിന്നെ ഏത് രോഗം വന്നാലും ഈ പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന എൻ്റെ ശ്രോതാക്കൾക്കും ഒരു വലിയ സന്തോഷമുണ്ട്. ജീവനുള്ള പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനം. ഹല്ലേലൂയ. ദൈവവൃദ്ധന്മാർ, ആമേൻ, സജിയാത്തൻപുരെ പോലുള്ള ദൈവദാസന്മാർ, ആമേൻ, ഗഗജയാംബാസെ പോലുള്ള ദൈവദാസന്മാരൊക്കെ വളരെ ആധികാരികമായി ശുശ്രൂഷിച്ചതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതൊന്നും വിശദീകരിക്കുവാനുള്ള കഴിവുകൾ ഞങ്ങൾക്കില്ലെങ്കിലും ഇന്ന് പകൽക്കാലം ഒരു കാര്യം പറയാ, മധ്യാകാശത്തിൽ വെളിപ്പെടാൻ പോകുന്ന ആ പ്രകാശ പുരുഷനെ കാണുവാൻ ഇന്ന് പകലിൽ ചിലരെ മാടി വിളിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ സമ്പൂർണമായി സകല സൽപ്രവൃത്തിയിലും സൽഗുണപൂർണരായവനെ കാണാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിത യാത്ര തുടരട്ടെ. എന്റെ വചന ഭാഗങ്ങളിലേക്ക് ഞാൻ ചുരുക്കേണ്ടതുണ്ടല്ലോ. അവന്റെ പ്രത്യക്ഷതയും എബ്രായ ലേഖനം 3-9 അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ 3 പ്രത്യക്ഷതകൾ ഞാൻ ഇതിനോട് മുൻപ് ടിവിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗമൊന്ന് ഞാൻ കടമെടുക്കട്ടെ. ഒന്ന്, സ്വന്തയാഗത്താൽ ലോകാവസാനത്തിൽ പാപപരിഹാരത്തിനായി ഒരിക്കൽ പ്രത്യക്ഷനായി. ഓ സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എന്റെയും നിന്റെയും പാപപരിഹാരത്തിനായി കാൽവരിയിലേക്കുള്ള കളത്തിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ അവൻ നിനക്ക് എനിക്കും വേണ്ടി ഒരു പാപയാഗമായി തീർന്ന് കരങ്ങൾ അടിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇപ്പോൾ
ഇപ്പോൾ വാച്ച് ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ശുശ്രൂഷ വൃഥാവല്ലെന്ന് ഇന്ന് പകല് വിശ്വസിച്ചു കൊള്ളുക. പാപയാഗമായ, ദഹനയാഗമായ, സൗരഭ്യവാസനയാഗമായ യേശു കർത്താവ് തന്റെ ഒന്നാമത്തെ പ്രത്യക്ഷത പിതാവിന്റെ മകുടമായിരുന്നവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്നെ രക്ഷിക്കുക. ഈ ലോകത്തിലായിരുന്നപ്പോൾ സോറി ഹല്ലേലൂയ എന്റെ മഹാകുഷ്ഠത്തെ മാറ്റുവാൻ, എന്റെ പാപത്തെ സൗഖ്യമാക്കുവാൻ, എന്നെ വിടുവിപ്പാൻ 1974 മാർച്ച് മാസം 14-ാം തീയതി ഞാൻ എന്റെ യേശുവിനാൽ എന്റെ ജീവിതത്തെ സമർപ്പിച്ചു. ഹല്ലേലൂയ. ജീവിതത്തിൽ പരാജയങ്ങൾ വന്നപ്പോൾ, പ്രശ്നങ്ങൾ വന്നപ്പോൾ, ഒറ്റപ്പെടൽ വന്നപ്പോൾ, ഇറങ്ങിപ്പോക്കുകൾ സംഭവിച്ചപ്പോൾ അവിടെല്ലാം എന്നെ ജയത്തോടെ നടത്തിയവൻ മാന്യ ശ്രോതാവേ, മാന്യ ദൈവഭക്തന്മാരെ, നമ്മെ നടത്തുവാൻ അവൻ ശക്തനാണ്. യേശു യഹോവ എന്റെ ഇടയനാകുന്നെന്ന് ഇന്ന് രാവിലെ പറഞ്ഞുകൊണ്ട് അവൻ നിന്നെ രക്ഷിക്കുവാനായി ഈ ഭൂമിയിലേക്ക് വന്നു. 9:24 വീണ്ടും അവിടെ വായിക്കുമ്പോൾ അവൻ അവൻ ഇപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നമുക്ക് വേണ്ടി പ്രത്യക്ഷനായി. വീണ്ടും ഞാൻ ശുശ്രൂഷിക്കേണ്ട വചനഭാഗമാണ്, എന്നാൽ അവൻ അല്പം കടമെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കർത്താവ് മഹാപുരോഹിതനായി ഉയർത്തെഴുന്നേറ്റവൻ, മാറത്ത് വൻകച്ച കെട്ടിയവൻ, മനുഷ്യപുത്രനോട് സദൃശനായവൻ ഇപ്പോൾ നമുക്ക് വേണ്ടി എവിടെ ആയിരിക്കുകയാണ്? അവൻ വിശുദ്ധ മന്ദിരത്തിൽ, അതിപരിശുദ്ധ സ്ഥലത്ത് നമുക്ക് വേണ്ടി വാസനത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി അവൻ നമുക്ക് വേണ്ടി സ്വർഗസ്ഥലങ്ങളിലായിരിക്കുകയാണ്. ഇനി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മൂന്നാമത്തെ പ്രത്യക്ഷത അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. 28-ാം വാക്യം പെട്ടെന്ന് വായിക്കാം. 9:28 എബ്രായം 9:28. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാവും. ഇത് കെട്ടുകഥയല്ല, ഇത് ഐതിഹ്യമല്ല, ഇത് കേവലം ഒരു ചരിത്രം മാത്രമല്ല. ഇനി സംഭവിക്കാൻ പോകുന്ന എസ്കറ്റോളജിയുടെ ആരംഭം തുടങ്ങുകയാണ്. ഭാവി ദൈവീക പരിപാടി തുടങ്ങിയ വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിച്ചപ്പോൾ 1-ാം അധ്യായം പഠിച്ചപ്പോൾ ഇതൊക്കെ വിശദീകരിച്ചു പറഞ്ഞത്. ഇവിടെ പറയുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ പ്രത്യക്ഷനാകും. 6-ലധികം പ്രാവശ്യം ഞാൻ കള്ളനെ പോലെ വരുമെന്ന് സ്തോത്രം നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ തന്റെ വിശുദ്ധ ഗണത്തെ ചുടിയോരയാൽ അവൻ 20-ാമത്തെ വാക്യത്തിൽ വായിച്ച വാക്യത്തിന്റെ നിവൃത്തീകരണം വേഗത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ചുടിയോര ചിന്തി സ്തോത്രം ഹല്ലേലൂയ. നമ്മെ സ്നേഹിച്ച ദൈവപുത്രൻ തന്റെ ട്രഷറി എടുക്കാനായിട്ട് വേഗം വരുന്നു. ഇന്ന് രാവിലെ നമുക്ക് അവന്റെ അടുക്കലുള്ള സമാഗമനം ആർക്ക് വേണ്ടിയാ? തനിക്കായി. One who wait for the Lord. നമ്മുടെ പൗരത്വം എവിടെ? അമേരിക്കയാണോ? നമ്മുടെ പൗരത്വം ലോകത്തിന്റെ ഒരിടത്തുമല്ല. നമ്മുടെ പൗരത്വം our citizenship in heaven. വേർപാട് ദുഃഖത്തിൽ ഭാരപ്പെടുന്നവരെ, ഹൃദയം തകർന്നവരെ, രോഗത്തിലായിരിക്കുന്നവരെ ഇന്ന് രാവിലെ ആത്മാവിനെ വിളിച്ചു പറയാ, നമുക്കൊരു പൗരത്വമുണ്ട്. അത് സ്വർഗ്ഗത്തിലാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാ എന്നെ ശക്തീകരിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ഈ പൗരത്വം ഇല്ലാത്തവർ നഷ്ടപ്പെട്ടതായി പോയി കേട്ടോ. ഹെവൻലി സിറ്റിസൺഷിപ്പ് നമ്മുടെ പൗരത്വം. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ സ്വീകരിച്ചു അപ്പോസ്തലനായ യേശുവിനെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ഈ ജീവിത യാത്രയിൽ നീ വീണു പോകത്തില്ല, നീ താണു പോകത്തില്ല. നിനക്ക് കരം പിടിക്കുന്ന ആരുടെയൊക്കെ അപ്പുറത്തുള്ള ഒരു ദൈവ സാന്നിധ്യം നിന്റെ അടുത്ത് വരുന്നു. കുഞ്ഞൻ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് വിഷയത്തിന്റെ മേൽ അവന്റെ കരസ്പർശനമുണ്ട്. ഏറ്റെടുത്തവർക്കായ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിന്റെ തലമുറകളിൽ അവന്റെ കരസ്പർശനമുണ്ട്. കാരണം അവനെ നിന്നെ കൊണ്ടുപോകാൻ വരാൻ ഒരുവനുണ്ട്. ഇവിടെ കൊണ്ട് അസ്തമിച്ച് തീരത്തില്ല. അവനൊരു വേർപാടൊരു നിദ്ര മാത്രമാണ്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. Faithful testimony of our Lord Jesus Christ
is coming. 5 വിധ സാക്ഷ്യങ്ങളിൽ ഒരു സാക്ഷ്യമാണ് അവിടെ ആ വാക്യം ചേർത്തപ്പോൾ. ഇനി സഹോദരന്മാരെ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനം. അവൻ പൂജാഭിഷേകം എന്ന് പറഞ്ഞ് എല്ലാം വരാൻ പോകുന്ന അന്ത്യക്രിസ്തുവിന്റെ കിരാതവാഴ്ചയ്ക്കായി ലോകം ഒരുങ്ങിക്കൊണ്ട് അധർമ്മത്തിന്റെ വ്യാപാരം ഇപ്പോഴേ ഉണ്ട്. എന്നാൽ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകണം. വിശുദ്ധാത്മാവ് തന്റെ സഭയുമായി ഇവിടുന്ന് കടന്നു പോകാൻ സമയമെടുത്തിരിക്കുമ്പോൾ ഇനി സഹോദരന്മാരെ നിങ്ങൾ കലങ്ങിപ്പോകരുത്, ഇനി ഞെട്ടിപ്പോകരുത്. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു. ആകയാൽ എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം അവന്റെ അടുക്കലുള്ള നമ്മളുടെ സമാഗമനം. വിടുവിട്ടോടി പാപക്കുഴി വീട് വലഞ്ഞത് കാണാതെ പോയി. വേറെല്ലാരും കണ്ടെടുക്കുവാൻ നമ്മെ വീണ്ടെടുക്കും. വീണ്ടെടുത്തോ വേഗം വരും. അവൻ നമ്മെ ചേർക്കും. ഇതെന്റെ ഭാരമാകട്ടെ, എന്റെ രോഗമാകട്ടെ, എന്റെ വേദനയാകട്ടെ, നിത്യത നഷ്ടപ്പെടുത്തി കളയരുത്. സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തി കളയരുത്. നിത്യതയുടെ പേരെഴുതിയത് നഷ്ടപ്പെടുത്തി കളയരുത്. ഒന്നും തെറ്റിപ്പോകാനിടയാകാതെ ഈ ദിവസങ്ങളിൽ ഈ വചനം അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനം. നാം അവന്റെ അടുക്കൽ ചേരാൻ പോകും. നമ്മുടെ കർത്താവ് നമ്മുടെ അടുത്തോട്ട് മധ്യാകാശത്തിലോട്ട് വരികയാണ്. ആ റോയൽ ക്ലൗഡിലേക്ക് വരികയാണ്. ഇവിടെ പറയുന്ന 14-ാം അധ്യായത്തിൽ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം? വാസസ്ഥലങ്ങൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വീടുകൾ ഞാൻ ഒരുക്കിയിരിക്കുകയാണ്. മനോഹര ഭവനം നിങ്ങൾക്കൊരുക്കിയിരിക്കുകയാണ്. അല്പം കൂടെ തർജ്ജിമ ഭാഷയിൽ പറഞ്ഞാൽ കൊച്ചു കൊച്ചു മനോഹര വീടുകൾ. ആമേൻ തർക്കത്തിനൊന്നുമല്ല. ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി വീടൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡാഡി വീടൊരുക്കിക്കൊണ്ടിരിക്കുക. തുള്ളാൻ പറ്റുമോ? ആരാധിക്കാൻ പറ്റുമോ? സ്തുതിക്കാൻ പറ്റുമോ? ഇവിടെ കിട്ടുന്ന സാങ്കേതികമായ നന്മകൾ കൊണ്ട് ഒരു നല്ല കാറ് കിട്ടിയാൽ എന്തൊരു സന്തോഷമാ. ഒരു ബെൻസ് കിട്ടിയാൽ എന്തൊരു സന്തോഷമാ. നല്ലൊരു വീട് രാജ്യത്ത് കിട്ടിയാൽ എന്തൊരു സന്തോഷമാ. ഇതിലൊന്നും അല്ല സന്തോഷം നമുക്കുണ്ടാകേണ്ടത്. എനിക്കറിയാം നിങ്ങൾ അങ്ങനെയുള്ളവരല്ല. ഇന്ന് രാവിലെ സഭയോട് പറയട്ടെ, ദേശത്തോട് പറയട്ടെ, ഒരു ഭവനമുണ്ട്. സ്വച്ഛസ്ഫടിക തങ്കതുല്യ നിർമ്മിതമായ പുതിയ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരുവാൻ പോകുന്നു. മണവാട്ടിക്കായി ഇത് ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അവന്റെ അടുക്കലുള്ള നമ്മളുടെ സമാഗമനം. യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഞാൻ ഉദ്ദേശിച്ച വാക്ക് വാസസ്ഥല. പിതാവിന്റെ വീട്ടിലേക്ക്, നമ്മളുടെ ഭർത്താവ് ഒരുക്കുന്ന ഭവനത്തിലേക്ക് പോകാൻ തയ്യാറായവർ കരങ്ങൾ ഉയർത്തി ഷെയ്ക്ക് ചെയ്തുകൊണ്ട് ഏത് മീഡിയയിൽ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി വരും. ഇന്ന് വിഷയത്തിനൊരു പരിഹാരമുണ്ട്. ഇന്ന് വിഷയത്തിനൊരു വിടുതലുണ്ട്. വിശ്വസിച്ചുകൊണ്ട് പറ, അവരെന്നെ വിളിച്ചതാണ്. ആ വിളിക്ക് യോഗ്യമാമെന്ന് പൂർണ്ണ അടിസ്ഥാനത്തോട് ഞാൻ നിൽക്കും. ആര് നിന്നില്ലേലും നീ പറ, നിന്നെ അവൻ വിടുവിപ്പാൻ ശക്തനാണ്. ഇവിടുന്ന് വിടുതൽ തന്ന് നിത്യതയുടെ തുറമുഖത്ത് നമ്മെ എത്തിക്കുവാൻ വാസസ്ഥലങ്ങൾ ഉണ്ട്. വാസസ്ഥലങ്ങൾ, മാൻഷൻസ്. ഭവനത്തിൽ അനേക വാസസ്ഥലം. എവിടോട്ടാണ് നാം പോകുന്നത്? സാധാരണ കർത്താവിന്റെ പുനരാഗമന വരവെന്ന മെസ്സേജ് ഈ രീതിയിലല്ല ഞാൻ എടുക്കുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെയാണ് പറയാൻ പറഞ്ഞത്. ഒരു വീടുണ്ട് കേട്ടോ. ഇവിടെ വീടില്ലാത്ത പ്രിയപ്പെട്ടവരെ, തകർന്നു കിടക്കുന്ന കൂരക്കകത്ത് കിടക്കുന്നവരെ മശിഹായെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, ഓ ഹല്ലേലൂയ, നിന്റെ ഹാർട്ടിനകത്ത് ഇറങ്ങി വരുന്ന പ്രത്യാശ, ഓ നിന്റെ കുടീരത്തിനകത്ത്, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഒരു വെള്ളത്തിന് നിന്നെ തകർത്ത് കളയാൻ കഴിയത്തില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കയില്ല. ഒരു വാസസ്ഥലം നിനക്കുണ്ട്. There is a house for you. There is a house for you. നിനക്കൊരു വീടുണ്ട്. ആ ഇരിക്കുന്നിടത്തുനിന്ന് ചാടാൻ തോന്നുന്നില്ലയോ? നിത്യ കാലഘട്ടം, യുഗങ്ങൾ പ്രിയനോട് ചേർന്ന് ചാരി വരുന്ന
ഇവളാൽ ഇന്ന് രാവിലെ ആരാധിക്കുന്ന പ്രിയന്റെ ആ മുഖം കണ്ടുകൊണ്ട് നമ്മൾ ആരാധിക്കുന്നുവെങ്കിൽ നിത്യവികായസ് ആ സന്തോഷം നമുക്ക് വീണ്ടും പങ്കുകൊള്ളാൻ പറ്റുന്നതാണ്. നിങ്ങൾ അതുകൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, നടക്കാൻ പോകുന്നു ലോക ആധുനിക സംഭവങ്ങളൊന്നും ഞാൻ വിശദീകരിക്കാതെ എന്റെ വാക്കുകളുടെ അവസാനത്തെ കുറിപ്പ് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, നീ ഞെട്ടിപ്പോകരുത്. കർത്താവിന്റെ നാൾ വെളുത്തിരിക്കുകയാണ്. യെരൂശലേമിൽ സംഭവങ്ങൾ തുടങ്ങി. അസ്കലോൻ താഴ്വരയിൽ മാത്രമല്ല, ഗാസ പ്രദേശങ്ങളിൽ മാത്രമല്ല, ലോക ചരിത്രങ്ങളിൽ ഇനി സംഭവിക്കാൻ പോകുന്ന അടുത്ത വിഷയം റഷ്യ കിടങ്ങുന്ന ഇളക്കാൻ തുടങ്ങും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നാളുകൾക്ക് മുമ്പ് ഞാൻ കൊട്ടാരക്കരയിൽ വെച്ച് വിളിച്ചു പറഞ്ഞു, ചൈന ഒരു തലവേദനയായി മാറും. ഇന്ന് ചൈന ലോക രാജ്യങ്ങൾക്ക് തലവേദനയാണെങ്കിൽ ഇത് അടുത്ത ദൈവശബ്ദം വിളിച്ചു പറയുന്നു, റഷ്യയെ ഞാൻ ഇളക്കാൻ തുടങ്ങും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, സംഭവവികാസങ്ങൾ ലോക ജനതയുടെ മുമ്പിൽ ഞെട്ടിപ്പിക്കാൻ പോകുകയാണ്. ലോക രാജ്യങ്ങളെ അവൻ കയ്യിലെടുക്കും. ഒരു ബാബിലോണായി ഇസ്രായേലിനെ അടിക്കാൻ ഒരു ബാബിലോണിനെ കയ്യിലെടുത്തതുപോലെ അടുത്തത് റഷ്യയെ ദൈവം കയ്യിലെടുക്കാൻ പോവുകയാണ്. രാജ്യങ്ങളെ കയ്യിലെടുക്കാൻ പോവുകയാണ്. നീ ഒരുങ്ങിയിട്ടുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. യെരൂശലേമിൽ പണിയാൻ പോകുന്ന വലിയ യെരൂശലേം ആ ടെമ്പിളിന്റെ പണി നടക്കുന്നതിന് മുമ്പ് ഇവിടെ ചില കാര്യങ്ങൾ ദൈവത്തിന് നടത്താനുണ്ട്. ഇന്ന് രാവിലെ നീ അതിൽ ഭയപ്പെടരുത്. നാളടുത്തിരിക്കുന്നു ഓർത്ത് പ്രത്യാശ പുരുഷനെ കണ്ടുകൊണ്ട് പ്രത്യക്ഷതയുടെ ഭൂതാഭാഗത വായിച്ചു. കാത്തിരിക്കുന്നവരെ ജനനിധി. അപ്പൊ ആരെല്ലാം പറഞ്ഞാലും ഈശോയെ കാത്തിരിക്കുന്ന ഒരു കൂട്ടമുണ്ട്. കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന പുത്രനെ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ച് വരും തരം വരി എന്തെല്ലാം പ്രകൃതിക്ഷോഭങ്ങൾ, എന്തെല്ലാം മഹാരോഗങ്ങൾ, എന്തെല്ലാം കഷ്ടത വന്നാലും പിടിച്ചു നിൽക്കുന്ന ദൈവദാസന്മാർക്കായി, ദൈവദാസിമാർക്കായി, ദൈവ കുഞ്ഞുങ്ങൾക്കായി ഇന്ന് രാവിലെ ഞാൻ സഭയായി ദേശങ്ങളെ ഓർത്ത് നമുക്കൊന്നിച്ച് സ്തോത്രം ചെയ്യാം. മരുഭൂമിയിലുള്ളവര്, ലോക രാജ്യങ്ങളിലുള്ളവര്, നമ്മുടെ കേരളത്തിൽ അനുഭവിക്കുന്ന കഷ്ടതയിൽ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തവർക്ക് കൊടുത്തിരിക്കുന്ന മഹാപ്രത്യാശത, ആ വലിയ പ്രത്യാശ, എനിക്കൊരു വീടുണ്ട്, എനിക്കൊരു വിശ്വാസമുണ്ട്, എനിക്കൊരു പ്രത്യാശയുണ്ട്, എനിക്കൊരു പ്രത്യാശ പുരുഷനുണ്ട്. ആമേൻ. കർത്താവിന്റെ മടങ്ങി വരവിനെ പറ്റി പുതിയ നിയമത്തിൽ 216 അധ്യായങ്ങളിൽ 318 പ്രാവശ്യം ഈ ശബ്ദം പറഞ്ഞിരിക്കുക. കണ്ടോ, അതൊരു ചെറിയ കാര്യമാണോ? മഹത്വ പ്രത്യക്ഷതയും രഹസ്യവരവും രണ്ടാം വരവിന്റെ 2 പതനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം ഇത് തന്നെയല്ലയോ? ഇതിനു മുമ്പ് നിന്റെ വലയിറക്കാവുന്ന ആഴത്തിൽ ഇറക്കിക്കോ. വലയിറക്കാവുന്ന ആഴത്തിൽ ഇറക്കിക്കോ. രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല എന്ന നിന്റെ വാക്കിന് ഒരു ദിവസം കൂടെ വലയിറക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്നവരെ ഇന്ന് രാവിലെ അനുഗ്രഹിക്കാൻ ഒരു അനുഗ്രഹത്തിന്റെ കരമുണ്ട്. നിന്റെ നഷ്ടപ്പെട്ടത് മടക്കി വരുത്തുന്ന, നിന്റെ നഷ്ടപ്പെട്ട ജോലി, നിന്റെ നഷ്ടപ്പെട്ട വാക്കപ്പങ്ങൾ മടക്കി വരുത്തുന്ന ദിവസമായി ഇന്ന് തീരട്ടെന്ന് എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. 216 അധ്യായങ്ങളിൽ 318 പ്രാവശ്യം ഹല്ലേലൂയ ഈ വരവ് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. 1845 പ്രാവശ്യത്തിലധികം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധ്യായങ്ങളിൽ സ്തോത്രം 1527 പ്രാവശ്യം ഈ ശബ്ദം വിളിച്ചു പറയുന്നുണ്ട്. മനോഹര വസ്തു വരുമെന്ന് തുടങ്ങി, മനോഹര നായകൻ വരുമെന്ന് തുടങ്ങി. ഇങ്ങനെ വാക്കുകൾ പറഞ്ഞാൽ നിസ്സാര ഭയം കൊണ്ട് വാക്കുകളെ ചുരുക്കേണ്ടത് ആവശ്യമാണല്ലോ. ഹല്ലേലൂയ. അവൻ വേഗം വരാൻ പോവുകയാണ്. ആർക്കും അത് മാറ്റാൻ കഴിയത്തില്ല. ഇന്ന് രാവിലെ നമ്മുടെ വാക്യം ഒരിക്കലൂടെ ആകയാൽ നിങ്ങൾക്ക് സമാധാനം. കലങ്ങി പറയുന്ന, ഭാരപ്പെടുന്ന,
വെല്ലുവിളികൾ അനുഭവിക്കുന്ന, പീഡകൾ അനുഭവിക്കുന്ന ദൈവജനത്തോട്, ദേശത്തോട് ദൂത് പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. Do not be troubled. I am your God. He is with us. He is our Emmanuel. അവൻ വേഗം വരും. അതിൻ്റെ ആധികാരികമായിരിക്കുന്ന ഒത്തിരി വിഷയങ്ങൾ, പൗലോസിയായുടെ അനുഭവങ്ങൾ, ഒത്തിരി വിശദീകരിക്കേണ്ടതായ അപ്പോക്കലിപ്സ് വിഷയങ്ങൾ ഒക്കെ നമ്മുടെ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്ന വചനഭാഗമാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേ. ഇതിനെ ഈ സമാധാനം നിത്യതയിലെത്തുവോളം പിടിച്ചു നിൽക്കുക. ഒരു സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ സമാധാനമുള്ള ലോകത്തിൽ ജനനിധികളെ ഭാരപ്പെട്ടുകൊണ്ട് ദൈവജന ഒരു ചെറിയ കൂട്ട പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ശിഷ്യന്മാരോട് വാഴ്ത്തപ്പെട്ട നമ്മുടെ യേശു പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ സമാധാനം തരികയാണ്. ആഴ്ചവട്ടത്തിന്റെ എന്റെ മുറിവുകളെ കാണിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്. നിങ്ങൾ കലങ്കരുത്. ഈ പ്രത്യാശയുള്ളവർ എന്നോട് ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് ശുശ്രൂഷ അവസാനം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ കർത്താവേ, ഇനി ഞങ്ങളുടെ അരുമനാഥനായ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഞങ്ങൾ ഞെട്ടിപ്പോകരുത്, ഞങ്ങൾ ഇളകിപ്പോകരുത്, ഞങ്ങൾ കലങ്ങിപ്പോകരുത്. ഞങ്ങൾക്കൊരു സമാധാനമുണ്ട്. അങ്ങ് വേഗം വരും. ഒരിക്കൽ വന്നു ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരം, ഞങ്ങളുടെ ശാപം ഏറ്റുവാങ്ങി ആ കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിക്കപ്പെട്ടു. കാൽവറിയോ വേദന അനുഭവിച്ച് എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടെന്ന് ഉറക്കെ കരഞ്ഞ് പ്രാണനെ പിതാവിന്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ട അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്ന് സ്വർഗത്തിൽ ഞങ്ങൾക്കായി ജീവിക്കുന്നു. ഇനി കാത്തിരിക്കുന്നതിന്റെ വിശുദ്ധന്മാർക്കായി വരുമെന്നുള്ള വലിയ പ്രത്യാശ ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഓർപ്പിച്ചു. ഇനി സഹോദരന്മാരെ, അവന്റെ അടുക്കലുള്ള പ്രത്യാശ ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനാ നിമിഷത്തിൽ ആരെങ്കിലും പ്രത്യാശയില്ലാത്തവരായി, നിത്യതയുടെ വിശ്വാസമില്ലാത്തവരായി, വിളിയുടെ യോഗ്യത മനസ്സിലാകാത്തവരായി ആരെങ്കിലും ഈ നിമിഷം ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നെങ്കിൽ കർത്താവേ, അവരുടെ മേൽ അദൃശ്യകര, അവരുടെ മേൽ ഒരു നിത്യശക്തി, ഒരു വീടുണ്ടെന്നുള്ളൊരു ബോധ്യം കർത്താവേ. ഞങ്ങളുടെ ദൈവകുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങൾ പറഞ്ഞു പറയാതെയുള്ള അങ്ങയുടെ വിലക്ക് വാങ്ങിയ ഒരു കൂട്ടമുണ്ടല്ലോ, അവരെ ചേർക്കാം. അവിടുന്ന് വേഗം വരുമല്ലോ കർത്താവേ. ഞങ്ങളുടെ പ്രത്യാശയെ പുതുക്കുവാൻ, ആ ജീവനുള്ള പ്രത്യാശയെ പുതുക്കുവാൻ ഇന്ന് പകൽക്കാലം ഈ സഭയിൽ നിന്ന് ആമേൻ ആമേൻ അറിയിക്കുന്ന ഈ വചനം, ഈ ലൈവിലൂടെ, ഈ സൂമിലൂടെ ഈ വചനം ഇത് യാത്ര ചെയ്യുമ്പോൾ അതിന്റെ ശക്തി വെളിപ്പെടുത്തി രോഗികളെ ഇപ്പോൾ സൗഖ്യമാക്കണമേ. ഇപ്പോൾ ചില ബന്ധുതിനെ അഴിക്കണമേ. ഇപ്പോൾ ചില ഘട്ടങ്ങൾ പൊട്ടിക്കണമേ. ഇപ്പോൾ ചില പൈശാചിക ശക്തികൾ അഴിഞ്ഞു പോകട്ടെ. ജീവനുള്ള ദൈവശക്തിയുടെ മുമ്പിൽ ചിലത് വിട്ടുപോകുന്നത് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു കർത്താവേ. ലോകരാജ്യങ്ങളെ അവിടുന്ന് ഇളക്കും. ഇനി പാൻഡമിക്കിനേക്കാൾ ശക്തമായ കാലഘട്ടങ്ങൾ വെളിപ്പെട്ടു വരികയാണല്ലോ. ഈ വർഷത്തിന്റെ അവസാനങ്ങൾ, ഈ കാലഘട്ടങ്ങൾ ഞങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണ് എന്ന് ഞങ്ങളോട് പറയുന്നു. ഒരു സമാധാനമുണ്ട്, ഒരു സമാധാന പുരുഷനുണ്ട്. ആധിപത്യം അവന്റെ തോളിലാണ്. സകലത് കൺട്രോൾ ചെയ്യുന്ന ദൈവപുത്രന്റെ, ഞങ്ങളുടെ കർത്താവിന്റെ ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ആകയാൽ ഞങ്ങൾക്ക് വീടുണ്ട്, ഞങ്ങൾക്ക് വാസസ്ഥലങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇതിനെ പറ്റി കൂടുതലൊന്നും അറിയത്തില്ല. ഈ വചനം കേൾക്കുന്ന പലരും ശ്രദ്ധിക്കുന്നതിൽ ആഴത്തിൽ കരയുന്നത് ഞാൻ കാണുന്നതാണ്. നീ അവരെ ആശ്വസിപ്പിക്കണമേ, അവരുടെ തലമുറകളെ ആശ്വസിപ്പിക്കണമേ, ദാസി കുടുംബങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഇവരും തീർച്ചയായും ഒരു പ്രതിഫലമുണ്ട്, ഒരു പ്രതിഫലമുണ്ട്. കൂലി അവന്റെ മക്കൾ, പ്രതിഫലം അവന്റെ കയ്യിലുണ്ട്. ഒത്തിരി പേരുടെ സന്തോഷം പരിശുദ്ധാത്മാവിൽ ഞാൻ അനുഭവിക്കുന്നു. ഈ ആലയത്തിനകത്ത് ദൈവ സാന്നിധ്യം നമ്മൾ അധികം പേരൊന്നും ഇല്ലെങ്കിൽ
നമ്മുടെ കൂടെയുള്ള കർത്താവ് വേഗം വന്നിട്ട് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പ്രവചിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ചിലരോട് വാഗ്ദത്തം തരുന്നു, പ്രവചിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, വാഗ്ദത്തം തരുന്നു. ഒരു ജീവനുള്ള പ്രത്യാശയ്ക്കായി ഇന്ന് രാവിലെ ജനത്തെ അനുഗ്രഹിക്കുന്നു. അത്ഭുതം നടക്കും, കൃപ പകരം, പ്രത്യാശ വീടിനോട് അടുക്കാം. ഓ ഹല്ലേലൂയ, നാം അവന്റെ അടുക്കൽ ഞങ്ങൾ എത്തുമെന്നുള്ള വലിയ പ്രത്യാശയ്ക്കായി സ്തോത്രം. നടക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകാണ് തന്റെ വിശുദ്ധ സമയം കൊണ്ട് പ്രാർത്ഥന കേട്ടോണ്ട് സ്തോത്രം. മഹത്വം എടുക്കുകയും ജനത്തെ അനുഗ്രഹിക്കും, ദൈവമക്കളെ അനുഗ്രഹിക്കും, ഭക്തന്മാരെ, കുഞ്ഞുങ്ങളെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കും, ദുഃഖത്തിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കും. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ കർത്താവേ അനുഗ്രഹിച്ചതിനായി കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് വചനം കേട്ട എല്ലാവരുടെ മേലും ഒരു നിത്യതയുടെ, ഒരു പ്രത്യാശയുടെ ഒരു നാഥനുണ്ടെന്ന് നീ ഒറ്റയ്ക്കല്ല. നിന്റെ മുറിയിൽ, നിന്റെ വീടിനകത്ത്, നിന്റെ കടത്തിനകത്ത്, നിന്റെ ഭാരത്തിനകത്ത്, നിന്റെ ജീവിതത്തിന്റെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഒരുവൻ ഇതാ വേഗം വരും. വിശ്വാസത്തോടെ നിൽക്കുക. God bless you everyone. Amen.